ചെറുപയറിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ചെറുപയർ കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോട്ടീൻസും ചെറുപയറിൻ്റെ മറ്റ് എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് നിങ്ങൾ അത് പാചകം ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ചെറുപയർ എന്താണെന്ന് പറയാം. ലെഗ്യൂംസ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഒരു തരത്തിലുള്ള ക്രോപ്പ് അല്ലെങ്കിൽ ചെടികളുടെ സീഡ്സ് ആണ് ചെറുപയർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മറ്റു പേരുകൾ ഗ്രീൻ ഗ്രാം എന്നാണ്, മൂങ് ബീൻസ് എന്ന് പറയും, ഹിന്ദിയിൽ മൂങ് ദാൽ എന്ന് പറയും. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ ചെറുപയർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഭക്ഷണത്തിൽ മാത്രമല്ല, മറ്റ് പല രീതിയിലും നമ്മൾ ചെറുപയർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് എന്താണ്, സയൻസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇനി പറയാനുള്ളത് ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ കുറിച്ചാണ്. നിങ്ങളൊരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് ചെറുപയർ എന്ന് പറഞ്ഞത്. കാരണം ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് പെട്ടെന്ന് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. 100 ഗ്രാം അൺസ്പ്രൗട്ടഡ്, അതായത് മുളപ്പിക്കാത്ത തരത്തിലുള്ള ചെറുപയറിൽ അടങ്ങിയിരിക്കുന്നത് 25 ഗ്രാം പ്രോട്ടീൻസ് ആണ്. പക്ഷെ അത് നിങ്ങൾ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ജെർമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് 30% വർദ്ധിക്കും. ഏകദേശം 32 ഗ്രാമിൻ്റെ അടുത്തേക്ക് കൂടി വരും. അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സ് എല്ലാം ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അതായത് നമുക്ക് ശരീരത്തിൽ ഉൽപ്പാദിക്കാൻ പറ്റില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് അത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് കിട്ടണം. അതുമാത്രമല്ല, ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്സും പ്രോട്ടീൻസ് എല്ലാം സീരിയൽസ്, അതായത് അരി, ധാന്യങ്ങൾ, ഗോതമ്പ് ഇത്തരത്തിലുള്ള സീരിയൽസിൽ ഇല്ലാത്ത തരത്തിലുള്ള അമിനോ ആസിഡ്സ് ആണ്. ചെറുപയറിൽ പ്രോട്ടീൻസ് മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് 2 തരത്തിലുണ്ട്. സ്റ്റാർച്ചിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. രണ്ടാമത്തത് ഫൈബറാണ്. ഫൈബറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും സോളിബിൾ ടൈപ്പ് ഓഫ് ഫൈബറാണുള്ളത്. സോളിബിൾ രൂപത്തിലുള്ള ഫൈബറാണ് നമ്മളുടെ ഗട്ട് മൈക്രോബിയത്തിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഫൈബറും സോളിബിൾ ഫൈബറാണ്. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അൺസ്പ്രൗട്ടഡ്, അതായത് മുളപ്പിക്കാത്ത ചെറുപയറിൽ നിന്നും 100 ഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ 300 കാലറീസിൻ്റെ അടുത്താണ്. അത് പാചകം ചെയ്യാതെ നിങ്ങളത് ബോയിൽ ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അൺസ്പ്രൗട്ടഡ് ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയറിൽ നിന്നും കിട്ടുന്നത് 100 കാലറീസിൻ്റെ അടുത്താണ്. പക്ഷേ ഇതേ ചെറുപയർ നിങ്ങൾ മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 30 കാലറീസിൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കൂടാതെ ചെറുപയറിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും അയൺ, കാൽഷ്യം, സിങ്ക്, മെഗ്നീഷ്യം, പലതരത്തിലുള്ള വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ചെറുപയറിൽ തന്നെ പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് പോളിഫിനോൾസ്, പോളിസാക്കറൈഡ്സ്, പെപ്റ്റൈഡ്സ്. ഇത്തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എല്ലാം ചെറുപയറിൻ്റെ ഉള്ളിലുള്ള മെയിൻ കണ്ടന്റ്, അതിനെ കോട്ടിലിഡൻ എന്ന് പറയും, അതിലും കാണാറുണ്ട്. അതിൻ്റെ സീഡ് കോട്ടിംഗ്, പുറത്തത്തെ കോട്ടിങ്ങിലും ഉണ്ടാവാറുണ്ട്. ഇനി എന്തൊക്കെയാണ് ചെറുപയർ കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയത് കാരണം ചെറുപയർ ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. പോരാത്തതിന് അത് വളരെ അഫോർഡബിളുമാണ്, എളുപ്പം ഉണ്ടാക്കാനും സാധിക്കും. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസും പോളിസാക്കറൈഡ്സിനും അതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി നൽകുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് കാരണം ഉണ്ടാകുന്ന ഡാമേജസ് കുറയ്ക്കാൻ സാധിക്കും, ഏജിങ് കുറയ്ക്കാൻ സാധിക്കും, അസുഖങ്ങൾ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസും സ്റ്റഡീസും നടത്തിയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഷുഗർ കുറയ്ക്കുന്ന പ്രോപ്പർട്ടി. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ചിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണെന്നാണ് പറയുന്നത്. ഏകദേശം 15 അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. അത് ഗോതമ്പിനൊക്കെ വെച്ച് നോക്കുമ്പോൾ നേരെ പകുതി മാത്രമേ ഉള്ളൂ. പലതരത്തിലുള്ള സ്റ്റഡീസിലും റിപ്പീറ്റഡ്ലി കൺഫേം ചെയ്തിട്ടുള്ള കാര്യം, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ഷുഗർ മെറ്റബോളിസം, നമ്മളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ സ്റ്റേബിൾ ആക്കി നിർത്താൻ സഹായിക്കുന്നതാണ്. പ്രമേഹം ഉള്ള രോഗികൾക്ക് മാത്രമല്ല, പ്രമേഹം വരാതിരിക്കാനും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഷുഗർ കുറയ്ക്കുന്നത് പോലെ തന്നെ കൂടുതലായിട്ടും ചെറുപയറിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പിഡ് ലോവറിങ് ആക്ഷനാണ്. അതായത് നമ്മളുടെ രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. ആനിമൽസിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ചെറുപയറിനെ കൊണ്ട് നമ്മളുടെ ശരീരത്തിൽ നിന്നും കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്യുന്നത്, അത് HDL ടൈപ്പ് ആണെങ്കിലും നോൺ HDL ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. അങ്ങനെ രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ, ലിപ്പിഡ്സിൻ്റെ ലെവൽ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് മനുഷ്യന്മാരിലും ഇതേപോലെ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ലിപ്പിഡ് ലോവറിങ് ആക്ഷൻ ചെറുപയറിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടും ഉണ്ടെന്ന് തന്നെയാണ്. ഇനി ആനിമൽ സ്റ്റഡീസ് നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ
ചെറുപയർ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിവറിൽ ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇഞ്ചുറി കുറയ്ക്കാൻ സാധിക്കും. ഫാറ്റി ലിവർ ഡിസീസസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ കിട്ടുന്നത് ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന നേരത്തെ പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കാരണമാണ്. നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു എൻസൈമാണ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ ACE എന്നും പറയും. ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ACE ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന രൂപത്തിലുള്ള മരുന്നുകൾ പോലും ഉണ്ട്. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ പെപ്റ്റൈഡ്സിനും ഇതേ ACE ഇൻഹിബിറ്റർ ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ആനിമൽസിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ചെറുപയർ കഴിക്കുന്നതിനനുസരിച്ച് തന്നെ ബ്ലഡ് പ്രഷർ, അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 30 മില്ലിമീറ്റർ മെർക്കുറി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. മനുഷ്യന്മാർക്കും അതേപോലത്തെ ഇഫക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. മെയിൻലി ACE ഇൻഹിബിറ്റർ എന്ന് പറയുന്ന എൻസൈം മനുഷ്യന്മാരുടെ ശരീരത്തിലും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചെറുപയർ കഴിച്ചിട്ട് കാര്യമില്ല. അത് മുളപ്പിക്കണം. സ്പ്രൗട്ടഡ് അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്തിട്ടുള്ള ചെറുപയർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രോട്ടീൻ പെപ്റ്റൈഡ്സ് ഉണ്ടാവുള്ളൂ. ആ പ്രോട്ടീൻ പെപ്റ്റൈഡ്സിന് മാത്രമേ ACE ഇൻഹിബിറ്റർ ആക്ഷൻ ഉള്ളൂ എന്നാണ് പറയുന്നത്. മറ്റ് സ്റ്റഡീസിൽ പറയുന്നത് ചെറുപയറിന് ആൻറ്റി ക്യാൻസർ ആക്ഷൻ ഉണ്ടെന്നാണ്. ഹ്യൂമൻ ട്രയൽസിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത് ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന ഫിനോളിക് ആസിഡ്, പെപ്റ്റൈഡ്സ്, മറ്റ് പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനെല്ലാം ഹ്യൂമൻ ബ്രസ്റ്റ് ക്യാൻസർ സെൽസിൻ്റെ പ്രോളിഫറേഷൻ, അതായത് അൺകൺട്രോൾഡ് ആയിട്ടുള്ള അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കുറച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ സെൽസിൻ്റെ മാത്രമല്ല, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ക്യാൻസർ സെൽസിൻ്റെ പ്രോളിഫറേഷൻ കുറയ്ക്കാൻ പറ്റുന്നു. ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ പ്രോളിഫറേഷൻ പോലും കുറയ്ക്കാൻ പറ്റുന്നതാണ് സ്റ്റഡീസിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൻറ്റി ക്യാൻസർ ആക്ഷൻ വരുന്നതെന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. മാക്രോഫേജസ് എന്ന് പറയുന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള കോശങ്ങൾ നമ്മളുടെ രക്തത്തിലും നമ്മളുടെ ബോഡിയിൽ പലതരത്തിലുള്ള ബോഡി പാർട്സിലും ടിഷ്യൂസിലും നമുക്ക് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി നൽകുന്ന തരത്തിലുള്ള കോശങ്ങളാണ്. ഇത്തരത്തിലുള്ള മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയും ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇമ്മ്യൂണോ മോഡുലേറ്റർ ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങളായി നമ്മൾ ചെറുപയർ കഴിക്കുക മാത്രമല്ല, അത് പൊടിച്ചിട്ട് ശരീരത്തിലെല്ലായിടത്തും കുളിക്കുന്നതിൻ്റെ മുമ്പേയും കുളിച്ച് കഴിഞ്ഞതിന് ശേഷമൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷെ എന്തിനാണ് പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നാക്കാനും കളറ് കുറച്ചും കൂടി ഫെയർ ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ പ്രോപ്പർട്ടിയും നമുക്ക് ഇപ്പോൾ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം മെലാനിൻ എന്ന് പറയുന്നത് സ്കിന്നിലുള്ള ഒരു പിഗ്മെൻ്റ് ആണ്. മെലാനിനാണ് നമ്മളുടെ സ്കിന്നിന് കളർ തരുന്നത്. സ്കിന്നിൽ പിഗ്മെൻ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് മെലനോജെനിസിസ് എന്ന് പറയുന്നത്. മെലനോജെനിസിസ് കൃത്യമായി നടക്കണമെങ്കിൽ ഒരു എൻസൈം വേണം. എൻസൈമിൻ്റെ പേര് ടൈറോസിനേസ് എന്നാണ്. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന നേരത്തെ പറഞ്ഞ പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനും ടൈറോസിനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് മെലനോജെനിസിസ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. മെലനോജെനിസിസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ കുറയും. നമ്മളുടെ സ്കിന്നിൻ്റെ കളറ് കുറച്ച് ഫെയർ ആക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയറിന് പ്രീബയോട്ടിക് ആക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ വൻകുടലിലുള്ള മൈക്രോബയോം അതിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഒളിഗോസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതെല്ലാം അടങ്ങിയത് കാരണം നമ്മളുടെ മൈക്രോബയോമിൻ്റെ ഹെൽത്ത് നന്നാക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഗട്ട് മൈക്രോബയോം കുറച്ചും കൂടി ഹെൽത്തി ആക്കാനും നമുക്ക് ഗുണപ്രദമായിട്ടുള്ള മൈക്രോബയോമിനെ നമ്മളുടെ ശരീരത്തിൽ നിർത്താനും ചെറുപയറിന് സാധിക്കുന്നതാണ് പറയുന്നത്. ഇത് മാത്രമല്ല, പലതരത്തിലുള്ള ഇൻഡസ്ട്രീസിലും ചെറുപയർ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻലി കോസ്മെറ്റിക് ഇൻഡസ്ട്രി, ന്യൂട്രസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലും ഫുഡ് ഇൻഡസ്ട്രീസിലും ഉപയോഗിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി-ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും, ഷുഗർ കുറയ്ക്കുന്ന പ്രോപ്പർട്ടി, ലിപ്പിഡ് ലോവറിങ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന പ്രോപ്പർട്ടിയും, ഹൈപ്പർടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന പ്രോപ്പർട്ടീസും, ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസും ഒക്കെയാണ്. ഇനി ചെറുപയർ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്ന് പറയാം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം നിങ്ങൾ ചെറുപയർ പാചകം ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന കെമിക്കൽ അതിൽ തന്നെ ഉള്ള ന്യൂട്രിയൻസിൻ്റെ ആക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറുപയറിന് ആൻറ്റി ന്യൂട്രിയൻ്റ് ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. മെയിൻലി ഈ ഫൈറ്റിക് ആസിഡ് പോലത്തെ കെമിക്കൽസ് കാരണമാണ്. ഫൈറ്റിക് ആസിഡ് ചെയ്യുന്നത് ചെറുപയറിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അയൺ, മെഗ്നീഷ്യം, കാൽഷ്യം, സിങ്ക് പോലത്തെ മിനറൽസും ഒക്കെ ആയിട്ട് ബൈൻഡ് ചെയ്ത ഒരു കോംപ്ലക്സ് ഉണ്ടാക്കും. അത്തരത്തിലുള്ള കോംപ്ലക്സസ് പിന്നെ നമ്മളുടെ കുടലിലെത്തിക്കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ
കുക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ടുള്ളതോ സ്റ്റീം ചെയ്തിട്ടുള്ളോ മൈക്രോവേവ് ചെയ്തിട്ടുള്ളോ ചെറുപയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത്തരത്തിൽ പാചകം ചെയ്തിട്ടുള്ള ചെറുപയറാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ അവൈലബിൾ ആയിരിക്കുന്ന ന്യൂട്രിയൻസിന്റെ അളവ് കൂടുതലായിരിക്കുന്നതാണ് സ്റ്റഡീസിൽ പറയുന്നത്. ഇനി കുക്ക് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ അത് മുളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. കൂടുതൽ പ്രോട്ടീൻസ് കിട്ടും, കൂടുതൽ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടാവും, കൂടുതൽ ഫിനോളിക് ആസിഡ് പോലത്തെ കോമ്പൗണ്ട്സ് ഉണ്ടാവും. സ്റ്റാർച്ചിന്റെ അംശം കുറച്ച് കുറയ്ക്കാനും സാധിക്കും. ഫൈബർ കണ്ടന്റിൽ ഒരു നഷ്ടവും വരുന്നില്ല. ഇനി ചെറുപയർ കഴിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മെയിൻലി നിങ്ങൾ അൺകുക്ക്ഡ് ആയിട്ടുള്ള ചെറുപയർ കഴിക്കുകയാണെങ്കിൽ, അതായത് ഭക്ഷണം പാചകം ചെയ്യാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡ് ഒരു ആന്റി ന്യൂട്രിയൻ്റ് ആണ്. അതിൻ്റെ ന്യൂട്രീഷൻ ഈ ഫൈറ്റിക് ആസിഡിനെ കുറയ്ക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഫോർമേഷനാണ്, ഫ്ലാറ്റുലൻസ് എന്ന് പറയും. പക്ഷേ കുട്ടികളിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. മുതിർന്നവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് വെള്ളത്തിൽ പുതിർത്തിട്ടതിന് ശേഷം സോക്ഡ് ആക്കിയതിന് ശേഷം കുക്ക് ചെയ്യുക. ആ വെള്ളത്തിൽ ഒളിഗോസാക്കറൈഡ്സും പോളിസാക്കറൈഡ്സും ഒക്കെ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് തന്നെ ഫ്ലാറ്റുലൻസ് അല്ലെങ്കിൽ ഗ്യാസ് ഫോമിംഗ് ഏജന്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. മുളപ്പിച്ച ചെറുപയർ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്ലാറ്റുലൻസ് അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. വേറെ ഒരു പ്രശ്നം, ന്യൂട്രിയൻസിൽ പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് വളരെ കുറവാണ്. ഫാറ്റ്സ് കിട്ടാത്തത് ചെറുപയറിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ചെറുപയറിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ്സ്, ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സിൻ്റെ അളവ് വളരെ കുറവാണ്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് കൂടുതലായിട്ടും ഉള്ളത് സീരിയൽസിലാണ്, ധാന്യങ്ങൾ, അതായത് അരി, ഗോതമ്പിലൊക്കെ. റോ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺകുക്ക്ഡ് ആയിട്ടുള്ള ചെറുപയറിൽ ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ട്രിപ്സിൻ ഇൻഹിബിറ്റേഴ്സ് ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന പലതരത്തിലുള്ള അമിനോ ആസിഡ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറുപയർ കഴിക്കുകയാണെങ്കിൽ പച്ചക്ക് കഴിക്കരുത്, പാചകം ചെയ്ത ചെറുപയർ തന്നെ കഴിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീമിങ്, ബോയിലിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഫെർമെൻറ്റേഷൻ ചെയ്യാം, ബോയിലിംഗ് ചെയ്യാം, ജെർമിനേഷൻ ചെയ്യാം, മുളപ്പിക്കാം, എന്നിട്ട് കുക്ക് ചെയ്യാം. ഒരു സ്റ്റഡിയിൽ പറയുന്നത് ജെർമിനേഷൻ, അതായത് മുളപ്പിക്കുന്ന സമയത്ത് ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റിക് ആസിഡിന്റെ അളവ് 76% കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അയണിന്റെയും സിങ്കിന്റെയും അബ്സോർപ്ഷൻ, നിങ്ങൾക്ക് അവൈലബിലിറ്റി 3 തവണ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ലൈസിൻ, ത്രിയോണിൻ, സിസ്റ്റീൻ, മെത്തിയോണിൻ, ട്രിപ്റ്റോഫാൻ എന്നൊക്കെ പറയുന്ന അമിനോ ആസിഡ്സ് നിങ്ങൾ കുക്ക്ഡ് ആയിട്ടുള്ള ചെറുപയർ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഇഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പോരാതെ തന്നെ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ചെറുപയറിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ അത് സീരിയൽസിൻ്റെ കൂടെ, ധാന്യങ്ങളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ധാരാളമുണ്ട്. അതിൻ്റെ കൂടെ ചെറുപയറിലുള്ള അമിനോ ആസിഡ്സും കൂടി ആകുമ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ചെറുപയർ ഏത് രൂപത്തിലാണ് കഴിക്കാറ്? ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ചിക്കനും മട്ടണും ബീഫ് പോലത്തെ ഇറച്ചി കഴിക്കുന്നത് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.